Hi friends, welcome to Pre-Success Codes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PSC പരീക്ഷയിൽ സാധാരണയായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏരിയാസ് ഓഫ് സ്റ്റഡി. PSC പരീക്ഷയിൽ പൊതുവെ കാണാറുള്ള ഒരു ചോദ്യമാണ് ഏരിയാസ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഏരിയാസ് ഓഫ് സ്റ്റഡിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആന്തോളജിയാണ്. എന്താണ് ഏരിയ ഓഫ് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് പക്ഷികളുടെ പഠനം അതിനെ എന്ത് പറയുന്നു, അല്ലെങ്കിൽ മരങ്ങളുടെ പഠനം അതിനെ എന്ത് പറയുന്നു, അതിനെയാണ് നമ്മൾ ഏരിയാസ് ഓഫ് സ്റ്റഡി എന്നുള്ള ആ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ആന്തോളജിയാണ്. എന്താണ് ആന്തോളജി എന്ന് പറയുന്നത്? ആന്തോളജി എന്ന് പറയുന്നത് പൂക്കളെക്കുറിച്ചുള്ള പഠനമാണ് ആന്തോളജി. സ്റ്റഡി ഓഫ് ഫ്ലവേഴ്സ് ആണ് എന്ത്? ആന്തോളജി, അല്ലെങ്കിൽ പൂക്കളെക്കുറിച്ചുള്ള പഠനത്തെയാണ് ആന്തോളജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്താണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്? തേനീച്ചയെക്കുറിച്ചുള്ള പഠനമാണ് എപ്പികൾച്ചർ. ഹണി ബി, തേനീച്ചയെക്കുറിച്ചുള്ള പഠനമാണ് എപ്പികൾച്ചർ. ഇനി പറയുന്നത് ക്ലൈമറ്റോളജിയാണ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എന്താണ് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്? ക്ലൈമറ്റിനെ കുറിച്ചുള്ള പഠനവും അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരാനുണ്ടോ അതിനെക്കുറിച്ചുള്ള പഠനമാണ് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. സോ ക്ലൈമറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് ക്ലൈമറ്റ്, കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം, അതിനെയാണ് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ക്രിപ്റ്റോഗ്രാഫിയാണ്. ക്രിപ്റ്റോഗ്രാഫി ഇതിൽ ഗ്രാഫി അല്ലെങ്കിൽ GRAPH ഇത്രയും വെച്ചിട്ട് നമുക്ക് മനസ്സിലായി സംതിങ് റിലേറ്റഡ് ടു റൈറ്റിംഗ് ആണത് അല്ലേ? ക്രിപ്റ്റോഗ്രാഫി അല്ലെങ്കിൽ അതിൽ ഗ്രാഫി എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയില്ല കാലിഗ്രാഫി. എന്താണ്? സംതിങ് റിലേറ്റഡ് ടു റൈറ്റിംഗ്, എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ഇവിടെ ക്രിപ്റ്റോ എന്നുള്ളൊരു വാക്കും അതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. എന്താണ് ക്രിപ്റ്റോ? ക്രിപ്റ്റോ മീൻസ് സംതിങ് സീക്രട്ട്. അപ്പോൾ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സീക്രട്ട് റൈറ്റിംഗ്. സ്റ്റഡി ഓഫ് സീക്രട്ട് റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് ഇസ് സീക്രട്ട് അല്ലെങ്കിൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിലാണ് അതിനെ ക്രിപ്റ്റോ എന്ന് പറയുക. ഗ്രാഫി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു റൈറ്റിംഗ്. ഇനി നമ്മൾ പറയുന്നത് സൈറ്റോളജിയാണ്. എന്താണ് സൈറ്റോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് സെൽ. സ്റ്റഡി ഓഫ് സെല്ലിനെയാണ് നമ്മൾ സൈറ്റോളജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ഓഫ് ടിഷ്യൂവിനെ നമ്മൾ എന്ത് പറയും? ഹിസ്റ്റോളജി എന്ന് പറയും. സ്റ്റഡി ഓഫ് ടിഷ്യൂവിനെ ഹിസ്റ്റോളജി എന്ന് പറയും. സ്റ്റഡി ഓഫ് സെല്ലിനെ സൈറ്റോളജി എന്നും സ്റ്റഡി ഓഫ് ടിഷ്യൂവിനെ ഹിസ്റ്റോളജി എന്നുമാണ് പറയുന്നത്. അടുത്ത പറയുന്നത് ജിയോളജിയാണ്. എന്താണ് ജിയോളജി? ജിയോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എർത്ത് ആണ്. ഭൂമിയെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് ജിയോളജി എന്ന് പറയുന്നത്. എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? നമ്മളിപ്പോൾ എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ഓർബിറ്റൽ എന്നുള്ള ഒരു വാക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ഈ എലിപ്റ്റിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റിൻ്റെ ഷേപ്പാണ് എലിപ്റ്റിക്കൽ. അതായത് ഭൂമിയും അതുപോലെ തന്നെയുള്ള ബാക്കി പ്ലാനറ്റ്സും സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ആ ഓർബിറ്റിൻ്റെ ഷേപ്പാണ് എലിപ്റ്റിക്കൽ എന്ന് പറയുന്നത്. എർത്തിൻ്റെ ഷേപ്പ് ശരിക്കും ജിയോയിഡാണ്, ജിയോയിഡ് ഷേപ്പാണ്. ഇപ്പോൾ ജിയോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എർത്ത് ആണ്. എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? ജിയോയിഡാണ്. പേര് റൈമിംഗ് ആണ്, അത് കാരണം ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. അടുത്ത് പറയുന്നത് ഹെമറ്റോളജിയാണ്. ഹെമറ്റോളജി എന്താണ്? ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഹെമറ്റോളജി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഹെപ്പറ്റോളജി എന്താണ്? ഹെപ്പറ്റോളജി ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം, ലിവറിനെ ബാധിക്കുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. സോ ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ലിവർ ആണ്. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റൈറ്റിസ്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ഓഫ് ലങ്സ് എന്താണ്? ലങ്സ് പൾമണോളജി. പൾമണോളജിയാണ് സ്റ്റഡി ഓഫ് ലങ്സ്. ഇനി അടുത്ത് പറയുന്നത് ഹെർപ്പറ്റോളജി. ഹെപ്പറ്റോളജി പറഞ്ഞു സ്റ്റഡി ഓഫ് ലിവർ ആണ്. ഇനി പറയുന്നത് ഹെർപ്പറ്റോളജി, ഒരു 6 മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. എന്താണ് ഹെർപ്പറ്റോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് റെപ്റ്റൈൽസ്.
റെപ്റ്റൈൽസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് ഹെർപ്പറ്റോളജി എന്ന് പറയുന്നത്. ഹെപ്പറ്റോളജി സ്റ്റഡി ഓഫ് ലിവർ ആണ്. ഹെർപ്പറ്റോളജി സ്റ്റഡി ഓഫ് റെപ്റ്റൈൽസ് ആണ്. ഇനി പറയുന്നത് മയോളജി ആണ്. എന്താണ് മയോളജി എന്ന് പറയുന്നത്? മയോളജി ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മസിൽസ്. മസിൽസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് മയോളജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൈക്കോളജി എന്താണ്? മയോളജി സ്റ്റഡി ഓഫ് മസിൽസ് ആണ്. മൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഫംഗസ് അല്ലെങ്കിൽ ഫംഗൈ. ഫംഗസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് മൈക്കോളജി. മാറിപ്പോവരുത്, മയോളജി എന്ന് പറയുന്നത് മസിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ്. മൈക്കോളജി എന്ന് പറയുന്നതാണ് ഫംഗസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം. അടുത്ത് പറയുന്നത് ഫൈക്കോളജി ആണ്. ഫൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ആൽഗെ. ആൽഗയെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. അങ്ങനെയാണെങ്കിൽ വൈറോളജി എന്തായിരിക്കും? ദിസ് ഇസ് സ്റ്റഡി ഓഫ് വൈറസ്. ഫൈക്കോളജി സ്റ്റഡി ഓഫ് ആൽഗെ ആണ്. വൈറോളജി സ്റ്റഡി ഓഫ് വൈറസ്. ഇനി പറയുന്നത് നെഫ്രോളജി ആണ്. നെഫ്രോളജി, നെഫ്രോൺ എന്താണ്? നമുക്കറിയാം കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആണ് നെഫ്രോൺ എന്ന് പറയുന്നത്. സോ നെഫ്രോളജി ഈസ് ദ സ്റ്റഡി ഓഫ് കിഡ്നി. കിഡ്നിയെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെഫോളജി എന്താണ്? നെഫോളജി ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ക്ലൗഡ്. മേഘങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് നെഫോളജി. നെഫ്രോളജി എന്താണ്? സ്റ്റഡി ഓഫ് കിഡ്നി ആണ്. നെഫോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ക്ലൗഡ്സ് ആണ്. ഇനി പറയുന്നത് ഓർണിത്തോളജി ആണ്. ഓർണിത്തോളജി ഓർണിത്തോളജി എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓർണിത്തോളജി എന്താണ്? ഓർണിത്തോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബേർഡ്സ്. ഓർണിത്തോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ബേർഡ്സ്. അങ്ങനെയാണെങ്കിൽ ഒനീറോളജി എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഒനീറോളജി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയുള്ളൂ ഏരിയാസ് ഓഫ് സ്റ്റഡി. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇനിയും കുറച്ച് ടേംസും കൂടി ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. ഇത്രയും ടേംസ് പഠിച്ചു വയ്ക്കുക. എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോൻ്റെ കൂടെ സ്ക്രോൾ ചെയ്തും വരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സസും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വറി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളെ. ഓക്കെ, താങ്ക് യു.